നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമിത. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇഫ്താറിനൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. കുക്കുംബർ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കുക്കുംബർ ആണ്. അപ്പോൾ കുക്കുംബർ ഞാൻ ഒരു മീഡിയം സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു കപ്പോളം വരും. അത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് പുതിനയുടെ ഇലയാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്, ഇനി നിങ്ങൾക്ക് പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ നല്ലപോലെ പഴുത്ത നാരങ്ങ, അത് ഒരു എണ്ണാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയുടെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, മധുരം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു നുള്ളു മാത്രം മതി. അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് തണുത്ത വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇപ്പം ഞാൻ ജ്യൂസ് നല്ല പോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിൽ കൂടെ നല്ല പോലെ അരിച്ചെടുക്കാം. ഇപ്പം ഞാൻ ജ്യൂസ് നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കൊറ്റനൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തോരം വെള്ളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മധുരം കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കുക്കുംബർ വെച്ചിട്ടുള്ള നമ്മുടെ അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ. താങ്ക്